പണിമുടക്ക് ദിനത്തിലും നിർമ്മാണ പ്രവർത്തനം നടത്തി സിപിഐഎം നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. കരാർ ഏറ്റെടുത്ത എംഎൽഎ ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനമാണ് മുടക്കമില്ലാതെ നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സിപിഎമ്മും സിഐടിയും ഉൾപ്പെടെ ദേശീയ പണിമുടക്കിനെ അനുകൂലിക്കുമ്പോഴാണ് സിപിഐഎം നിയന്ത്രണത്തിലുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഇരട്ടത്താപ്പ്. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനീഷ്, സിപിഎം യാത്രയൊക്കെ മാറ്റിവെച്ച് പണിമുടക്കിനെ അനുകൂലിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം, നിർമ്മാണ പ്രവർത്തനം സിപിഎം നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നടത്തുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രുതി, തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നടുവിൽ എംഎൽഎ ഹോസ്റ്റലിലാണ് നിലവിൽ ഇപ്പോഴത്തെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ലേബർ സൊസൈറ്റിയുടെ നിർമ്മാണം നടക്കുന്നത്. അവരുടെ തന്നെ നിർമ്മാണമാണെന്ന് തെളിയിക്കുന്നതാണ്. അവരുടെ വാഹനം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 13 നില കെട്ടിടമാണ് എംഎൽഎ ഹോസ്റ്റലിനുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണം, അത്തരത്തിലുള്ള റീകൺസ്ട്രക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോഴിതാ 13 നില കെട്ടിടത്തിന്റെ പണി അത് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അടച്ചു കെട്ടിയ മതിലിന്റെ ഉള്ളിലാണ് ULCCയുടെ വാഹനം, അതായത് തൊഴിലാളികളെ കൊണ്ടുവരുന്ന ULCCSന്റെ ലിമിറ്റഡിന്റെ വാഹനം ഇവിടെ എത്തി. തൊഴിലാളികൾ ഏകദേശം 30-ലധികം തൊഴിലാളികൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഭരണസിരാ കേന്ദ്രങ്ങളുടെ നടുവിൽ കേരള യൂണിവേഴ്സിറ്റിക്കും ഒപ്പം തന്നെ നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റിലും നടുവിലാണ് ഈ ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നത്. ദേശീയ പണിമുടക്കിനെ അനുകൂലിച്ചുകൊണ്ട് CPIയും CITയും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങനെ പണിമുടക്കിന് പൂർണ്ണമായി പിന്തുണ നടത്തിക്കൊണ്ട് അങ്ങനെ സമരത്തിന്റെ നേതൃനിരയിൽ നിൽക്കുമ്പോഴാണ് CPMന്റെ സ്വാധീനത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഊരാളുങ്കൽ, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സൊസൈറ്റി, ഏറ്റവും വലിയ തൊഴിലാളി സൊസൈറ്റി എന്ന് അവകാശപ്പെടുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പ്. അങ്ങനെ പണിമുടക്കിന്റെ ഭാഗമായി CITയും CPIയും ഒക്കെ തന്നെ നിലയുറപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ULCCSന്റെ ഇരട്ടത്താപ്പ് കാണുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ഇവിടെ CPMന്റെ മുതിർന്ന നേതാക്കൾ ഈ നിർമ്മാണം നടക്കുന്നതിന് മുൻപിൽ കൂടെയായിരുന്നു ഈ പ്രതിഷേധത്തിന്, ഈ പണിമുടക്കിന്റെ ഭാഗമായുള്ള പ്രകടനത്തിൽ പങ്കെടുത്തത്. അപ്പോഴാണ് ഈ തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നടുവിൽ ഒളിച്ചും പാത്തും ഈ മതിലിന്റെ മേളിൽ ഷീറ്റ് കെട്ടിയ ഇടത്ത് വെച്ച് തൊഴിലാളികളെ രഹസ്യമായി കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ കൊണ്ടാണ് ഊരാളുങ്കൽ ഈ പണിമുടക്ക് ദിവസം ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ ചില ആളുകൾ ഓടി മാഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇത് കാര്യം അറിയാതെ ഇവിടെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന തൊഴിലാളികളെ നമുക്ക് കാണാം. അവരെ ഇന്ന് രാവിലെ ഈ കാണുന്ന വാഹനത്തിൽ, ULCCSന്റെ വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്നാണ് ഈ പണിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നേതാക്കളുടെ പ്രതികരണം കൂടി നമുക്ക് ആരായേണ്ടതാണ്. പലയിടങ്ങളിലും പണിമുടക്കിനോട് ആഭിമുഖ്യം പുലർത്താതെ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പണിമുടക്കിന്റെ ഭാഗമാകാതെ കടതുറക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നേതാക്കൾ, ഈ പണിമുടക്കിന്റെ ഭാഗമായ നേതാക്കൾ അവർക്കെതിരെ തിരിയുമ്പോഴാണ് ഇപ്പോഴിതാ CPMന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള, അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പാർട്ടിയായ CPMന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവരുടെ തൊഴിലാളികളെ നേരിട്ടെത്തിച്ചുകൊണ്ട്, അതും സർക്കാരിന്റെ ഭാഗമായൊരു നിർമ്മാണ പ്രവർത്തനമാണ്, കോടികൾ ചെലവഴിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനമാണ്. അങ്ങനെ വലിയ ലുലുമാൾ അടക്കം ഉള്ള സ്വകാര്യ മാളുകളടക്കം ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വീണ്ടും കൊണ്ടുവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരായ സമരം കേരളത്തിലടക്കം വലിയ രീതിയിൽ കടുപ്പിക്കുമ്പോഴാണ് CPM നിയന്ത്രണത്തിലുള്ള ഒരു തൊഴിലാളി സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഈ വിധത്തിൽ തൊഴിലാളികളെ ഇവിടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നടുവിൽ MLA ഹോസ്റ്റലിലെ 13 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.